ഹായ്, ഫ്രീ ആയിട്ട് ടിപ്പ് പറഞ്ഞിട്ട് കുറച്ച് കാലമായില്ലേ. ഈ പൊട്ടിയിട്ട ഫ്രെയിമിന് പറ്റിയിട്ട് ഒരുപാട് ഇവൻ്റ് രണ്ടാംസിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സമീപിക്കുമ്പോൾ പൊട്ടിയിട്ട ഫ്രെയിം വേണം, അതിന് ഫ്രെയിമിന് പുട്ടി ഫിനിഷിങ് വേണമെന്ന് പറയുന്നുണ്ട്. ഈ പുട്ടി ഫിനിഷിങ്ങിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒക്കേഷൻ നമ്പറിൻ്റെ ഒറ്റ ഫ്രെയിമിനും നമ്മൾ ഇതുവരെ പുട്ടി ചെയ്തില്ല. ഈ പുട്ടി ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് വരുതി കഴിഞ്ഞാൽ തട്ടിലും മുട്ടിലും ഉണ്ടായി കഴിഞ്ഞാൽ അൺലോഡ് ചെയ്യുമ്പോഴൊക്കെ ചെറിയ രീതിയിലുള്ള ഇത് മതി എന്ത് ചെയ്യാൻ, പൊട്ടിയിട്ട ഫ്രെയിം പൊട്ടിപ്പോകാനോ പിന്നീട് അത് വൃത്തിയില്ലാതെ എടുക്കാനോ. നേരെ മറിച്ച് പുട്ടിക്ക് പകരം പൗഡർ കോട്ടിങ് ഇട്ട് പെയിൻറ്റ് ചെയ്ത ഫ്രെയിമുകളാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈറ്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഇവൻ്റ് ചെയ്യുന്നവർക്കുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ടിപ്പാണ്, ഒരിക്കലും പുട്ടി ഫിനിഷിംഗ് ഉള്ള ഫ്രെയിംസ് നിങ്ങൾ ഇവൻറ്റിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഒരൊറ്റ വർക്കിനാണെങ്കിൽ ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യാം. പക്ഷേ പിന്നീട് റീയൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിമുകളും അല്ലെങ്കിൽ ലോഡ് ചെയ്ത് അൺലോഡ് ചെയ്ത് റെഗുലറായിട്ട് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫ്രെയിമുകൾക്കും പുട്ടി റെക്കമെൻഡബിൾ അല്ല. ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, ചെയ്താൽ അതിൻ്റെ വൃത്തി ഉണ്ടാവും ആദ്യത്തെ ഒരു വർക്ക്. പിന്നീട് കയറ്റി ഇറക്കുമ്പോൾ എന്തായാലും എവിടെയെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് വരുതും അല്ലെങ്കിൽ തട്ടും മുട്ടും. കാരണം നമ്മളെപ്പോഴും നമുക്ക് എന്തെങ്കിലും ലാഭമുള്ളത് ലോജിസ്റ്റിക്സ് പോലെ കൂടുതൽ സാധനങ്ങൾ ഒരു വണ്ടിയിൽ ലോഡ് ചെയ്ത് ടൈറ്റാക്കി ലോഡൊക്കെ ചെയ്ത് പോയാലൊക്കെയാണ് നമുക്ക് അതിലൊക്കെ ലാഭമുള്ളത്. അപ്പോൾ ഈ പുട്ടിയിട്ട ഫ്രെയിമുകളൊക്കെ ഒരുമിച്ച് വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആദ്യത്തെ ഒരു വർക്കിനാണെങ്കിൽ ഓക്കെ, പിന്നീട് നിങ്ങൾ റീയൂസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് വരും. രണ്ടാമത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ ഫ്രെയിംസും ചെയ്യാറുണ്ട്, പൊട്ടിയിട്ട ഫ്രെയിമുകൾ അതിന് മെജോറിറ്റി സംഭവങ്ങളും ചെയ്യാറുള്ളതും. പക്ഷേ ഒരു അഡ്വൈസ് എന്നുള്ള രൂപത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ എക്സ്പീരിയൻസ്, പേഴ്സണൽ എക്സ്പീരിയൻസ് താഴെ കമൻറ്റിൽ ഷെയർ ചെയ്യാം. താങ്ക് യു.